ഹായ് ഫ്രണ്ട്സ്, ട്രൈം പച്ചുവസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തുടരും സിനിമയിലെ വില്ലനായ CI ജോർജ് മാത്തനെ കുറിച്ചിട്ടുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതിനായിട്ടാണ് ആഗ്രഹിച്ച് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജോർജ് മാത്തൻ എന്നൊക്കെ വിളിച്ച് ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ മുന്നിൽ കിട്ടിയെങ്കിൽ രണ്ടടി കൊടുക്കാമെന്ന് നമ്മൾ ഉദ്ദേശിച്ച അത്തരത്തിൽ ജീവിച്ചു കാണിച്ച അല്ലെങ്കിൽ അഭിനയിച്ച് കാണിച്ച ഒരു വില്ലൻ കഥാപാത്രം, ആ കഥാപാത്രത്തിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത്. സിനിമ കണ്ട എല്ലാവർക്കും അറിയാം എത്തരത്തിലാണ് അഭിനയ രീതി എന്നുള്ളത്. അപ്പോൾ ആരാണ്, എന്താണ് ആ അഭിനയം? നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണ് ഇതെന്ന്? ശരി, എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെട്ടേക്കാം. ഓക്കെ, പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. ഇറങ്ങിയ ആദ്യ ദിവസം മുതൽ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും ചിത്രത്തിന് ലഭിക്കുന്നത്. തങ്ങൾ ഒരുപാട് കാലം മുമ്പ് ആഗ്രഹിച്ച മോഹൻലാലിനെ തിരിച്ചു കിട്ടിയ സന്തോഷം ആഘോഷിക്കുകയാണ് ഇവിടെ പ്രേക്ഷകർ അല്ലെങ്കിൽ ആരാധകർ. മോഹൻലാലിന്റെ ഗംഭീര പ്രകടനമാണ് എവിടെയും ചർച്ചാ വിഷയം. അതേസമയം മോഹൻലാലിനോടൊപ്പം തന്നെ ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രവും ആൾക്കാർക്കിടയിൽ ചർച്ചാ വിഷയം ആകുന്നുണ്ട്. ചെറുചിരിയും ഹലോയുമായി എത്തുന്ന പ്രധാന വില്ലൻ CI ജോർജ് മാത്തനെ, അതായത് പ്രേക്ഷകരെ ആകെ വെറുപ്പിക്കുന്ന CI ജോർജ് മാത്തൻ എന്ന വില്ലനെ കുറിച്ചും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക് ശേഷം. ആരാണ് ആ വില്ലൻ? ബിഗ് സ്ക്രീനിൽ ക്യാമറയ്ക്ക് മുന്നിൽ പുതുമുഖമായി എത്തിയ പ്രകാശ് വർമ്മയാണ് വില്ലൻ വേഷം ഇവിടെ അതിമനോഹരമായിട്ട് തീർത്തിരിക്കുന്നത്. നടനായി പുതുമുഖമാണെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ മുൻ പരിചയമുള്ള ടെക്നീഷ്യനാണ് നമ്മുടെ പ്രകാശ് വർമ്മ. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ആഡ് ഫിലിം കമ്പനിയായ നിർവാണയുടെ സ്ഥാപകനായ പ്രകാശ് വർമ്മ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ഒട്ടേറെ പരസ്യങ്ങൾ അല്ലെങ്കിൽ ആ പരസ്യങ്ങളുടെ സംവിധായകനാണ്. മമ്മൂട്ടിയെ നായകനാക്കി ലിജോ ജോസ് പെല്ലശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന് പ്രചോദനമായ ഗ്രീൻ പ്ലേയുടെ പരസ്യം പ്രകാശ് വർമ്മയുടെ ആശയമായിരുന്നു. കാഡ്ബറി ജെംസിനും ഡയറി മിൽക്കിനും ഇന്ത്യൻ റെയിൽവേക്കും ഓഡഫോണിനും ഒക്കെ നമ്മുടെ പ്രകാശ് വർമ്മ പരസ്യ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആലപ്പുഴയിലെ അധ്യാപക ദമ്പതികളുടെ മകനായിട്ടാണ് പ്രകാശ് വർമ്മയുടെ ജനനം. SD കോളേജിലെ പഠനത്തിനു ശേഷം ലോഹിതദാസിന്റെയും വിജീത് തമ്പിയുടെയും സഹസംവിധായകനായി പ്രവർത്തിച്ചു. VK പ്രശാന്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് പരസ്യചിത്ര ലോകത്ത് എത്തിയത്. പരസ്യചിത്ര മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്നേഹ ഐപ്പാണ് പ്രകാശ് വർമ്മയുടെ ഭാര്യ. 2001 ഇരുവരും ചേർന്ന് ബംഗളൂരുവിൽ നിർവാണ എന്ന പേരിൽ ഒരു പരസ്യചിത്ര കമ്പനി തുടങ്ങി. വാഗണാർ, ടൈറ്റൻ, ഹ്യുണ്ടായി, സാൻഡ്രോ, ഷെവർലെ, ഒപ്ട്ര, ഫ്രൂട്ടി, ലീജിൻസ്, പോൺസ് എന്നിവയ്ക്കും വേണ്ടി പ്രകാശ് പരസ്യചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായ 7 സുന്ദര രാത്രികൾ എന്ന ചിത്രത്തിലെ പെട്ടിടാം ആരും ആപത്തിൽ എന്ന പ്രൊമോ സോങ് സംവിധാനം ചെയ്തത് പ്രകാശാണ്. ചിത്രത്തിന്റെ നിർമ്മാണത്തിലും അദ്ദേഹം പങ്കാളിയായിരുന്നു. മുഴുനീള ചിത്രത്തിന്റെ സംവിധായകനാകാനുള്ള ആഗ്രഹം അദ്ദേഹം ഒരിക്കലും മറച്ചു വെച്ചിരുന്നില്ല. അഭിമുഖങ്ങളിലും സംവാദങ്ങളിലും അത് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്.